മലപ്പുറത്ത് പോലീസിൽ നടപടി. മലപ്പുറം SP ശശിധരന് സ്ഥലം മാറ്റം. ഡിവൈഎസ്പി മുതൽ മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി. ഉയർന്നുവന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. തെറ്റായ പ്രവണത പോലീസിൽ വച്ചു പുലർത്തില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നേരത്തെ. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, PV അൻവർ ഉന്നയിച്ച ആരോപണം പരാതിയായി നൽകിയതും ഒക്കെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലല്ലേ ഈ പോലീസ് തലപ്പത്തൊരു അഴിച്ചുപണി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്? ഇതൊരു പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയായി തന്നെ കാണേണ്ടതില്ലേ? ജില്ലയിലെ പോലീസിംഗ് സംവിധാനത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. അൻവറിന്റെ ആരോപണങ്ങൾക്ക് വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിക്കുകയും ചെയ്തു. അതിനൊപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയെയും CPM സ്റ്റേറ്റ് സെക്രട്ടറിയെയും കണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുകയും ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോവുകയും തുടർന്നും ഈ ഒരു ആരോപണങ്ങളുമായി പോരാട്ടം തുടരുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമ്പൂർണ്ണ അഴിച്ചുപണി. അതായത് ഒരു DYSP പോലും ഇവിടെ മാറാത്തതായിട്ടില്ല. SP അടക്കം മാറ്റിയപ്പോൾ സമ്പൂർണമായിട്ട് എല്ലാ DYSPമാരെയും മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂർ, താനൂർ, തിരൂർ, കൊണ്ടോട്ടി തുടങ്ങി അതേപോലെ സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തുടങ്ങി 8 DYSPമാരെയും മുഴുവനായിട്ടും ജില്ലയിൽ നിന്ന് മാറ്റി. ഇനി പുതിയ സംഘമാണ്, പുതിയ DYSPമാരാണ് ഇവിടെ എല്ലാം ചാർജ് എടുക്കുക. SP-ക്ക് പകരം ആരാണ് വരിക? CV അനുമോദ് തുടരുക. PV അൻവർ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PV അൻവർ MLA, എങ്ങനെ നോക്കിക്കാണുന്നു ഈ നടപടിയെ? താങ്കൾ പരാതി ഉന്നയിച്ചിരുന്നല്ലോ. നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, ആശ്വാസകരമായ നടപടിയാണ്. ഇനി തുടർ നീക്കങ്ങൾ താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായ നീക്കങ്ങളൊക്കെ കണ്ടില്ലേ. പരാതിയിലെ കഴമ്പുണ്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അജിത് കുമാറിനെ മാറ്റിയത്. അതിനുശേഷം ഇപ്പൊ ഇത്രയും വലിയ SP ഉൾപ്പെടെ മലപ്പുറത്തെ എല്ലാ DYSPമാരെയും മാറ്റി. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്നതാണല്ലോ ഇതിന്റെ തെളിവ്. ഒന്നും നടക്കില്ല ആഭ്യന്തര വകുപ്പിൽ നിന്ന് എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയല്ലത്. പക്ഷെ അതേസമയം ഇപ്പോഴും ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുന്നുണ്ട് MR അജിത് കുമാർ എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെയൊക്കെ എത്തിയില്ലേ? ഞാൻ ആരോടാ പറഞ്ഞു, അപ്സ്റ്റേറിലേക്ക് കയറണമെങ്കിൽ നേരെ കാലെടുത്ത് വെക്കാൻ കഴിയില്ലല്ലോ, ഈ സ്റ്റെപ്പുകൾ കയറി പോകണ്ടേ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ അത് ഇപ്പോൾ പടിപടിയായി തുടർ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ PV അൻവർ MLA പ്രതികരിച്ചതിന്. CV അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, MLAയുടെ വാക്കുകൾ കേട്ടല്ലോ. വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടിയെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരാതികളിൽ നടപടി ഉണ്ടാകുന്നു. ഇനി തുടരെ തുടരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അനുമോദ് തുടർന്നോളൂ. അതാണ് ഈ SP-യെയും അതേപോലെ ചില DYSPമാരെയും മാത്രമാണ് അൻവർ ഈ ആരോപണത്തിന് നിഴൽ നിർത്തിയതെങ്കിൽ DYSP തലത്തിൽ എല്ലാവരെയും മുഴുവനായി മാറ്റിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിൽ ഈ ശുദ്ധീകരണം എന്ന് അൻവർ പറയുന്ന നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. ഇതിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 2 മാസം മുൻപാണ് ഇവിടെ ചാർജ് എടുത്തത്. അവർക്കാണിപ്പോൾ ഈ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, DYSP VV ബെന്നിയെ, അദ്ദേഹത്തിന്റെ താനൂർ DYSP ആയിട്ട് അദ്ദേഹം തുടരുകയായിരുന്നു. അതേസമയം മുട്ടൽ മരമുറി കേസ് അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം മലപ്പുറത്ത് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതായത് ജില്ലയിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് ജില്ലയിൽ നല്ല പരിചയമുള്ളവരാണ്, ജില്ലയിൽ വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ജില്ലയിൽ ഇവരുടെ അത്ര പരിചയമില്ലാത്തവരാണ്. സ്വാഭാവികമായിട്ടും ഒരു മാറ്റം, ഒരു പുതിയ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ, പ്രത്യേകിച്ച് മലപ്പുറത്തെ പോലീസിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾക്ക് ഒരു കൃത്യമായ മറുപടി ഇതിലൂടെ നൽകാൻ സാധിക്കുമെന്ന് ആരോപണം ഉന്നയിച്ചവർ തന്നെ കരുതുന്നുണ്ട്. അതിന് അനുകൂലമായിട്ട് സർക്കാർ പ്രതികരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്, VT ജലീൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. മലപ്പുറം SP-യെ മാറ്റി 2ാം വിക്കറ്റും വീണു എന്നാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതിൽ കുറച്ചുകൂടി അദ്ദേഹം കടന്ന് വിമർശനം ഉന്നയിക്കുകയാണ്. മലപ്പുറം SP ശശിധരൻ സംഖ്യ മനസ്സുള്ള കൺപേർഡ് IPS-കാരനാണെന്ന നാട്ടിൽ പാട്ടാണ്. പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നെറുകേടും ചെയ്യുന്നവർ കശക്കേറിയ നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി
ഉദ്യോഗസ്ഥ പ്രമാണ നിലയിൽ നിബന്ധിക്കുക തന്നെ ചെയ്യും തുടങ്ങി മുൻ ഇപ്പോഴത്തെ എസ് പിക്കെതിരെ ഇതുവരെ ജലീൽ ഉന്നയിക്കാത്ത തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള അദ്ദേഹം സംഘി മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് തുറന്നടിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പും ഇപ്പോൾ ജലീൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു നടപടി ഇത്രമാത്രം വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നെങ്കിലും സമ്പൂർണ്ണ അഴിച്ചുപണി, ഒരു പുതിയ സംവിധാനം, അതെ, ഈ പരാതി ഉന്നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല ആ ഒരു ടീം തന്നെ മാറി പുതിയൊരു ടീം വരികയാണല്ലേ ജില്ലയിലേക്ക്? തീർച്ചയായും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് ഇനി എത്താൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ഇവരുടെ അത്ര പരിചയമില്ലാത്ത, മലപ്പുറത്തിന്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇവരുടെ അത്ര കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ മുൻപ് മറ്റു ജില്ലകൾ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ നിലവിലെ ഉദ്യോഗസ്ഥർ പല സംവിധാനങ്ങളുമായും പൊരുത്തപ്പെട്ടും പല സംവിധാനങ്ങളിലും അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തും ഒക്കെ പോകുന്നു എന്ന പരാതി ഇതോടെ ഇല്ലാതെയാവുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ ഒരു സംവിധാനത്തിലേക്ക് വരുന്നത് ഇനി പാലക്കാട് നിന്നും തൃശ്ശൂരിലും സേവനമനുഷ്ഠിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റം അത് ഈ അഴിച്ചുപണി ഇത്രയും വലിയ തലത്തിൽ സമ്പൂർണമായ ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ പരാതി ഉന്നയിച്ച ആളുകൾ പോലും പ്രതീക്ഷിച്ചു കാണില്ല. എസ് പിയുടെയും അതേപോലെ ചില ഡിവൈഎസ്പിമാരുടെയും പേരിലായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ സമ്പൂർണമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. ഇനി ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുക എന്നുള്ളതാണ് അറിയേണ്ടത്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയണം. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അൻവറിന് ആവശ്യങ്ങൾക്ക് മുമ്പിൽ പാർട്ടി നിന്നുകൊടുക്കുന്നു, ആഭ്യന്തര വകുപ്പ് നിന്നുകൊടുക്കുന്നു എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുമ്പോൾ അൻവറിന്റെ ആരോപണങ്ങൾക്ക് വീണ്ടും കരുത്തു പകരുന്ന സാഹചര്യമാണ്. ഇതിനെ തുടർച്ചയായിട്ട് ഇനി എഡിജിപിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും പടിപടിയായി എഡിജിപിയിലേക്ക് പോലും നടപടി എത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായാണ് ന്യൂസ് 18നോട് അല്പസമയം മുമ്പ് PV അൻവർ MLA പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും സമ്പൂർണമായ ഒരു മാറ്റം തന്നെയാണ് മലപ്പുറത്തെ പോലീസ് തലപ്പത്ത് ഉണ്ടായിട്ടുള്ളത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.